ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരു പുതിയ പഠന പരമ്പര നാം കഴിഞ്ഞ അവതരണത്തോടുകൂടി ആരംഭിക്കുകയുണ്ടായി. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പേരിലുള്ള പഠന പരമ്പരയാണ്. ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് ഇപ്പോൾ നാം ഈ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഭാവിയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നെന്ന് വരാം. അപ്പോൾ ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠന പരമ്പരയുടെ 2ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇത് നാം വിചാരിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും വളരെ വളരെ ഗൗരവമുള്ള ഒരു പഠന പരമ്പരയാണ്. കാരണം ക്രിസ്ത്യാനിത്വം പല വിധത്തിൽ പല ഭാഗത്തു നിന്ന് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല വിധത്തിൽ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ കൂടുതൽ പ്രചരിച്ചിട്ടുള്ള ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം ക്രിസ്ത്യാനിത്വം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുറമേ നിന്ന് മാത്രമല്ല, ദൈവമക്കൾ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവർ പോലും അവരുടെ വിശ്വാസത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉറപ്പും ബോധ്യമില്ലാത്തൊരു നിലയിൽ ക്രിസ്ത്യാനിത്വത്തെ തകർക്കാൻ അവരും കൂട്ടുനിൽക്കുകയാണ്. ഇത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. ഓരോ പഠനത്തിലുള്ള വരുമ്പോൾ കഴിഞ്ഞ പാഠത്തിലെ പ്രധാനപ്പെട്ട ചിന്തകൾ കൂടി ഓർമ്മപ്പെടുത്തും. കാരണം ഈ വിഷയം വളരെ ലളിതമായ എളുപ്പമുള്ള വിഷയമല്ല. അതുകൊണ്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടമാണ്. എവിടെയും സംശയമാണ്. ക്രിസ്ത്യാനിത്തെ പല വിധത്തിൽ ചോദ്യം ചെയ്ത് അപമാനിച്ച് കളിയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം നൽകിത്തന്ന സത്യസുവിശേഷത്തിന് പകരം വയ്ക്കുന്ന പുതിയ സുവിശേഷങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള ഉദാര ചിന്താഗതികൾ, നവീകരണവാദങ്ങൾ, പലതരത്തിലുള്ള ആശയങ്ങൾ പ്രചരിച്ചുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനത്തിനെതിരെ തുരങ്കം വയ്ക്കുന്നൊരവസ്ഥ. ദൈവമക്കളെന്ന് പറയുന്നവരും വചനം കൈകാര്യം ചെയ്യുന്നവർ ഉൾപ്പെടെ വ്യക്തമായ നിശ്ചയമോ ഉറപ്പോ ബോധ്യവുമില്ല അവർ നിൽക്കുന്ന വിശ്വാസത്തെക്കുറിച്ച്. പത്രോസിൻ്റെ ലേഖനത്തിൽ നാം ഇതിനാധാരമായൊരു വാക്യം കാണുകയുണ്ടായി. ഈ പഠനത്തിൻ്റെ ആധാരം തന്നെയാണ് ആ വാക്യം. 1 പത്രോസ് 3:15 പറഞ്ഞു, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. ഇത് നമ്മുടെ നീ എപ്പോഴും ഒരുങ്ങി നിൽക്കണം. നിനക്കെതിരെ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടും. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പിന്നീട് ചിന്തിക്കാം. അതോടൊപ്പം നാം കഴിഞ്ഞ പാഠത്തിൽ കണ്ടു, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ജീവിതമല്ല, അന്ധമല്ല. അത് പല വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലോ എഫേസ്യ ലേഖനത്തിലോ 1 തീമോഥെയോസിലൊക്കെ നമ്മൾ കണ്ടു. വ്യക്തമായ തിരിച്ചറിവും അറിവും ജ്ഞാനവും നമുക്ക് നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണിയരുതാണ് വിശ്വാസ ജീവിതം. അത് വളരെ വ്യക്തമായി നമ്മൾ കാണുകയുണ്ടായി. ദൈവം നമുക്ക് ആവശ്യത്തിനുള്ള തെളിവ് തന്നു. പ്രകൃതി മുഴുവൻ നമ്മുടെ ഉള്ളിൽ എല്ലാ വചനത്തിലൂടെ എല്ലാ വിധത്തിലും ബുദ്ധിക്ക് തെളിവായിട്ട് ദൈവം നമുക്ക് വേണ്ട തെളിവുകൾ തന്നു. ആ തെളിവുകൾ നാം പരിശോധിക്കുകയോ ശ്രദ്ധിക്കുകയോ നോക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ എല്ലാം നിഷേധിക്കുന്ന അവസ്ഥയാണ് മനുഷ്യൻ്റെ. അത് അവൻ സ്വയം വഞ്ചിക്കുകയാണ്. ഈ തെളിവുകൾ പരിശോധിക്കുന്നില്ല. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ കൊണ്ടു നടക്കുന്ന കുറച്ച് മനുഷ്യരെക്കുറിച്ച് നമ്മൾ കേട്ടു. അവരുടെ അവസ്ഥകൾ, അവരെ വിളിക്കുന്ന പേരുകൾ. ഒന്ന്, അവർ നിരീശ്വരമാണ്. ഒരു അന്ധമായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിഷേധിക്കുന്നവരാണ്. രണ്ടാമത് സംശയാലുക്കൾ. അവർ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സംശയിക്കുന്നവരാണ്. മൂന്നാമത് അജ്ഞേയവാദി. ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ മനുഷ്യന് പറ്റില്ല എന്ന് പറയുന്നവർ അജ്ഞേയവാദി. നാലാമത് പ്രകൃതി ശക്തികളും ദൈവവും എല്ലാം ഒന്ന് തന്നെയാണ്. മരവും പട്ടിയും പൂച്ചയും മൃഗങ്ങളും എല്ലാം ദൈവം തന്നെയാണെന്ന് വിശ്വസിക്കുന്നതായ ആ ഒരു കൂട്ടർ, പാൻതീസ്റ്റ്. പിന്നെ നമ്മൾ കണ്ടത് ബഹുദൈവ വിശ്വാസി. അനേക ദൈവങ്ങളുണ്ട് എന്ന് പറയുന്ന കൂട്ടർ, ബഹുദൈവ വിശ്വാസി. പിന്നെ കണ്ടത് ഏകദൈവ വിശ്വാസി. ഏകദൈവം, ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവർ. പിന്നെ നമ്മൾ കണ്ടത് കേവലേശ്വരവാദി. ദൈവമുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ വെളിപാടില്ല, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല, മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്നില്ല, അത്ഭുതങ്ങൾ ചെയ്യുന്നില്ല, മനുഷ്യൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടാത്ത ഒരു ദൈവം എവിടെയോ ഉണ്ട് എന്ന് മാത്രം വിശ്വസിക്കുന്ന കേവലേശ്വരവാദി. പിന്നെ കണ്ടത് ദ്വൈതവാദം. തുല്യമായ 2 ശക്തികളാണ് പ്രപഞ്ചത്തിലുള്ളത്, ദൈവവും പിശാചും, നന്മയും തിന്മയും. 2 തുല്യ ശക്തികളാണ് എന്ന് വിശ്വസിക്കുന്ന ഡ്യുവലിസ്റ്റ്, ദ്വൈതവാദം. പിന്നെ കണ്ടത് മോണിസ്റ്റ്, അതായത് ഏക കാരണവാദം. ഈ നേരത്തെ പറഞ്ഞത് നേരെ വിപരീതം. ദ്വൈതവാദത്തിൽ നേരെ വിപരീതം. എല്ലാം ഒരു കാരണത്തിൽ,
എല്ലാത്തിൻ്റെ പിന്നിൽ ഒന്നേ ഉള്ളൂ, ഒരു കാരണമേ ഉള്ളൂ എന്ന് പറയുന്നവർ. ഇതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് നമ്മുടെ ചുറ്റിലും. കോളേജിലും സ്കൂളുകളിലും മറ്റുമൊക്കെ റിസർച്ച് നടത്തി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, യൗവനക്കാരുൾപ്പെടെ ഇങ്ങനെയുള്ള മായാവലയത്തിലാണ്, മോഹത്തിലാണ്, നിയന്ത്രണത്തിലാണ്, സ്വാധീനത്തിലാണ്. ഒരു ദൈവത്തെ നിരന്തരമായി വിമർശിക്കുകയും കളിയാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ കൊണ്ടാണ്. പക്ഷെ എന്താണ് ബൈബിളിലെ ദൈവവിശ്വാസം? ബൈബിളിലെ ദൈവവിശ്വാസം ദൈവമുണ്ട് എന്ന വിശ്വാസമാണ്. അതായത് ഒരു ദൈവമുണ്ട്, ആ ദൈവം വളരെ ഉന്നതനാണ്, അത്യുന്നതനാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ വനത്തിൽ വിറയ്ക്കുന്നവരുടെ ഉള്ളിൽ വർദ്ധിക്കുന്നവനാണ്, വസിക്കുന്നവനാണ്. അപ്പം ഇത്ര ഉന്നതനായ ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം. അതാണ് ദൈവവനത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട്. പ്രപഞ്ചത്തെ, ആകാശത്തെ, ഭൂമിയെല്ലാം സൃഷ്ടിച്ചവൻ, ശാശ്വതവാസിയും പരിശുദ്ധരുടെ നാമമുള്ളവൻ. ആ ദൈവം മനുഷ്യരിലേക്ക് കടന്നു വന്ന് അവരോട് കൂടെ അവരുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യന് തരുന്ന ദൈവം. ഇതാണ് ബൈബിൾ വിശ്വാസം. ഉന്നതനായ പരിശുദ്ധനായ ദൈവം തൻ്റെ സാന്നിധ്യം തൻ്റെ മക്കൾക്ക്, തന്നെ സ്നേഹിക്കുന്ന, തന്നെ അനുസരിക്കുന്ന മക്കൾക്ക് തൻ്റെ സാന്നിധ്യം കൊടുക്കുന്ന ദൈവം. ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവം എല്ലായിടത്തുമുണ്ട്. 139 സങ്കീർത്തനം. ഉന്നതനാണ്, സൃഷ്ടാവാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ പ്രിയപ്പെടുന്ന, തൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരുടെ ഉള്ളിൽ താൻ അവരുടെ ഉള്ളിൽ വന്ന് വസിക്കും. ദൈവം നമ്മളിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറഞ്ഞു. ദൈവശ്വാസിയനായ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചവനാണ്. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ കഴിഞ്ഞ വായിച്ചു കേട്ടു, ഒരിക്കൽ കൂടെ വായിക്കാം. അവർ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാനിവിടെ കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട്, കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസ് പറയുകയാണ്, ഞാനിവിടെ കിടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിൻ്റെ പേരിനാണ്. സുവിശേഷത്തെ ഞാൻ അതായത് ഞാൻ സംരക്ഷിച്ച് കോട്ട കെട്ടി കാവൽ ചെയ്യും. ആ ഒരു പ്രസ്താവന വളരെ പ്രധാനമാണ്. തൻ്റെ തുടർന്നുള്ള ജീവിതം മുഴുവൻ കർത്താവിനെ കണ്ടുമുട്ടി യഥാർത്ഥമായി സുവിശേഷ വചനത്തെ അനുസരിച്ച് സ്നാനമേറ്റ് ദൈവമക്കളായി പൈതലായി തീർന്ന നാൾ മുതൽ ആ സുവിശേഷത്തെ പ്രതിരോധിക്കുക, അതിനെ ആരും കവർന്ന് മലിനമാക്കി വികൃതമാക്കാൻ അനുവദിക്കാതിരിക്കുക, തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമതായിരുന്നു. എത്ര ഉദാത്തമായ ലക്ഷ്യമാണ്! കർത്താവ് യേശുവിൻ്റെ സുവിശേഷത്തെ പ്രതിരോധിക്കുക, അത് താൻ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ആ രക്ഷാമാർഗം അറിയിച്ചു കൊടുക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് ആ രക്ഷയുടെ വാഗ്ദാനം കൊടുക്കുക. അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമായിരുന്നു അപ്പോസ്തലൻ്റേത്. അതിനുവേണ്ടി പലപ്പോഴും കോപിഷ്ഠരായ ജനക്കൂട്ടത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നു. യഹൂദ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നു. എന്തിന്? അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വന്നു. പല ദേശാധിപതികളുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വന്നു. ഈ സുവിശേഷത്തെ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി ജീവിച്ച ഒരു ജീവിതമായിരുന്നു അത്. സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും മാറി മാറി വന്നു. പലരുടെയും മുമ്പിൽ, പല അധികാരികളുടെ മുമ്പിൽ, സംഘത്തിൻ്റെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിലൊക്കെ നിൽക്കേണ്ടി വന്നു. പക്ഷെ സുവിശേഷം, സന്ദേശം ഒന്നായിരുന്നു. സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും തൻ്റെ സന്ദേശം ഒന്നായിരുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. പൗലോസ് മറ്റനേക നൂറുകണക്കിന്, ആയിരക്കണക്കിന് മറ്റ് ദൈവഭക്തന്മാരെ പോലെ കാലങ്ങളിലൂടെ യഹോവയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, താൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന് വേണ്ടി ദൈവം നൽകിത്തന്ന തെളിവുകളെ പരിശോധിച്ചും ഉറച്ചും നിശ്ചയം പ്രാപിച്ചുകൊണ്ട് പ്രതിവാദമില്ലാത്ത ഒരു സത്യത്തിന് വേണ്ടി, കാരണം അതിനെ തർക്കിക്കാൻ പറ്റില്ല, അവിതർക്കമായിട്ടുള്ളൊരു സത്യത്തിന് വേണ്ടി, ബൈബിളിൽ വെളിപ്പെട്ട ദൈവത്തിന് വേണ്ടി, ക്രിസ്തീയ മാർഗത്തിന് വേണ്ടി താൻ ഉറച്ചു നിന്ന് പോരാടിയ മനുഷ്യൻ. ഇത്രമാത്രം ധൈര്യത്തോടെ ഉറച്ചു പോരാടണമെങ്കിൽ അത് ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്, ജ്ഞാനമുള്ള മനുഷ്യനാണ്, വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനാണ് കർത്താവിന് വേണ്ടി സുവിശേഷയുടെ ഇത്രമാത്രം പോരാടിയ മനുഷ്യൻ. ദൈവപുത്രനായ കർത്താവ് യേശുവിൻ്റെ സുവിശേഷത്തിൽ പോരാടിയ മനുഷ്യൻ. ഇപ്പം വ്യക്തമായ നിശ്ചയമുണ്ടായിരുന്നു. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ചരിത്രരേഖകളിൽ ആഴമായി വേരുപിടിച്ചതാണ്. ചരിത്രത്തിലെ വസ്തുതകളിൽ ആഴമായി വേരുപിടിപ്പിച്ചതാണ് ക്രിസ്തീയ മാർഗം എന്നുള്ളത്. മോശയുടെ കാലം മുതൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ, ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം മുതൽ ഇന്നത്തെ ദൈവമക്കൾ ഉൾപ്പെടെയുള്ളവരെ നോക്കുമ്പോൾ ഒരു വലിയ തലമുറ നമുക്ക് കാണാം. അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയ തലമുറ. കാരണം ആ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. കാരണം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ സ്നേഹിച്ച ദൈവം അവർക്ക് വേണ്ടി സ്വർഗത്തിലെ തേജസ്സും സ്വർഗീയ മഹിമയുമെല്ലാം വിട്ടിറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന് വേണ്ടി നിത്യമായ രക്ഷ നൽകി കൊടുക്കുവാൻ എല്ലാ തേജസ്സും പ്രഭയും വിട്ട് മനുഷ്യരിൽ ഒരുവനെ പോലെ ഇറങ്ങി വന്ന ദൈവം.
ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ 26-27 വാക്യങ്ങളിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, ആ മനുഷ്യന് വേണ്ടിയാണ് സ്വർഗത്തിലെ പ്രഭാവം വിട്ട് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നത്. ഈ സത്യമാണ് 66 പുസ്തകങ്ങളുടെ ബൈബിളിലൂടെ പറയുന്നത്. അത് പരിശോധനാ വിധേയമാണ്. അതിലെ വസ്തുതകൾ അത് വാസ്തവമുള്ളതാണ്. ഈ 66 പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന സത്യം വാസ്തവമാണെന്ന് തെളിയിക്കാൻ കഴിയുന്നതാണ് ബൈബിളിലെ സത്യങ്ങൾ, രേഖകൾ. വെറുതെ കെട്ടുകഥകളല്ല, വെറുതെ കെട്ടുകഥകൾ, സ്വപ്നങ്ങൾ എഴുതിയതല്ല. അതിന് വ്യക്തമായ തെളിവുകളാൽ ബലപ്പെടുത്തിയതാണ് ബൈബിളിലെ രേഖകൾ. ഒഴിഞ്ഞ കല്ലറ മുതൽ തിരുവെഴുത്തുകളുടെ തെളിവിന് വേണ്ടി തന്നിരിക്കുന്ന അനേകം കൈയെഴുത്ത് പ്രതികൾ ഉൾപ്പെടെ ഇത് ദൈവത്തിൻ്റെ വചനമാണെന്ന് തെളിയിക്കുന്ന, ഉറപ്പിക്കുന്ന അനവധി തെളിവുകൾ ദൈവം നൽകി തന്നുകൊണ്ടാണ് തൻ്റെ മാർഗത്തെ ഉറപ്പിച്ചിരിക്കുന്നത്. ആത്മാർത്ഥമായി സത്യസന്ധമായി ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏത് ഹൃദയത്തിന് അല്പസമയം ചെലവിട്ടാൽ തെളിവുകളിലേക്ക് നോക്കാൻ മനസ്സുണ്ടെങ്കിൽ അവർക്ക് കാണാൻ കഴിയും. പക്ഷെ തെളിവുകൾ, ദൈവം വെച്ചിരിക്കുന്ന തെളിവുകൾ പരിശോധിക്കാൻ മനസ്സുണ്ടാകണം. ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാകണം. കണ്ണടച്ച് ദൈവമില്ലെന്ന് പറയരുത്. സ്വന്തം ജീവിതത്തിലേക്ക്, തൻ്റെ ശ്വാസത്തിലേക്ക് നോക്കണം. തൻ്റെ ജീവിതത്തിലേക്ക് ചിന്തിക്കണം. കണ്ണടച്ച് ദൈവത്തെ നിഷേധിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞ അല്പം സത്യസന്ധതയും തുറന്ന ഹൃദയവും പരമാർത്ഥതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ദൈവം നൽകി തന്നിരിക്കുന്ന തെളിവുകൾ പരിശോധിച്ചാൽ കൃത്യമായൊരു ഉപസംഹാര ഉത്തരത്തിലേക്ക് വരാൻ കഴിയും. ദൈവം ജീവിക്കുന്നു. ദൈവം മനുഷ്യരോട് തൻ്റെ വിശുദ്ധ വചനത്തിലൂടെ ഇടപെടുന്നു. ആ വചനത്തിലെ സത്യങ്ങൾ കേൾക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കും. യോഹന്നാൻ 8:32 പറയുന്ന പോലെ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആ അനുഗ്രഹത്തിലേക്ക് ഒരു എത്തിച്ചേരും. പക്ഷേ ദൈവം തന്നിരിക്കുന്ന തെളിവുകൾ പരിശോധിക്കാൻ മനസ്സുണ്ടാകണം. ദൈവം പറയുന്നത് അങ്ങനെ തന്നെയാണെന്ന് പരിശോധിക്കാനുള്ള ആത്മാർത്ഥതയുണ്ടാകണം. അതിൻ്റെ സത്യസന്ധത വിലയിരുത്താനുള്ള ഒരു സമയമെടുത്ത് ചിന്തിക്കണം. നമ്മുടെ പഠനം അതിനുവേണ്ടിയുള്ളതാണ്. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്നുള്ള പഠനം, ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനവധി തെളിവുകൾ, ചരിത്രപരമായി ദൈവം സ്ഥാപിച്ച തൻ്റെ മാർഗമായ ക്രിസ്തീയ മാർഗം, അത് ചരിത്രപരമായി സത്യമാണെന്നും അതിൻ്റെ ബലത്തിന് വേണ്ടി തന്നിരിക്കുന്ന തെളിവുകൾ സത്യമാണെന്നും തെളിയിക്കുന്നതാണ് ഈ പഠനം. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസം നിഷേധിക്കുന്ന മനുഷ്യരെ വിശ്വാസത്തിലേക്കും ദൈവമക്കളത് പറയുന്നവരെ ഇവിടെ വിശ്വാസത്തിൻ്റെ ബലത്തിലേക്ക് നയിക്കാൻ കഴിയും. വളരെ വ്യക്തമായി നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ക്രിസ്തീയ മാർഗം. ദൈവത്തിൻ്റെ മാർഗം ക്രിസ്തീയ മാർഗമാണ്. യഥാർത്ഥ ദൈവത്തിൻ്റെ മാർഗം ക്രിസ്തീയ മാർഗമാണ്. പറയുന്നതിൽ പേടിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥമായ ഏകമായ ദൈവത്തിൻ്റെ മാർഗം, മതം ക്രിസ്തീയ മാർഗമാണ്. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട മാർഗമാണ്. മറ്റൊരു മാർഗമില്ല ദൈവത്തിൻ്റെതായി. ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ മറ്റൊരു മധ്യസ്ഥനില്ല. ലോകത്തിൽ അനേകം ആൾക്കാർ, മതഭക്തിയിൽ കിടക്കുന്ന അനേകം ആൾക്കാർ, അവർ ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ, എൻ്റെ അപ്പൻ വിശ്വസിക്കുന്നു, അമ്മ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ മുത്തച്ഛൻ വിശ്വസിച്ചു, മുത്തശ്ശി വിശ്വസിച്ചു. പാരമ്പര്യമായി കിട്ടിയ ഒന്നാണ്. പാരമ്പര്യമായി കൈമാറി വന്ന വിശ്വാസത്തെയാണ് അനേകരും പിൻപറ്റുന്നത്. കാരണം അവർ പറയുന്നു വിശ്വസിക്കുന്നത് നല്ല കാര്യമല്ലേ, ശരിയല്ലേ, അതിൽ തെറ്റില്ല. ലളിതമായ വിശ്വാസം, ദൈവമുണ്ടെന്നുള്ള വിശ്വാസം തെറ്റല്ല. പക്ഷേ ഈ വിശ്വാസം എന്ന് പറയുന്ന ഈ മാർഗം, ആ വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകളിൽ അത് പിന്തുണയ്ക്കപ്പെട്ടതായിരിക്കണം. ഞാൻ എന്തുകൊണ്ട് വിശ്വാസിയായിരിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് ഒരാൾ ചോദ്യം ചെയ്താൽ അതിന് വ്യക്തമായി ഉത്തരം കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ എൻ്റെ വിശ്വാസത്തിന് ബലമുണ്ടാകണം. അതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകളുണ്ടാകണം. അല്ലെങ്കിൽ തീർച്ചയായും പരിഹാസകരുടെ മുമ്പിൽ വീണുപോകും. നാം വിശ്വസിക്കുന്ന വിശ്വാസം തെളിയിക്കപ്പെടാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് പത്രോസ് പറഞ്ഞത്. നമ്മൾ തെളിയിച്ചു കൊടുക്കണം. ഇന്ന് അനേക ദൈവമക്കളുടെ കയ്യിലിരിക്കുന്നത് തുരുമ്പെടുത്ത വാളുകളാണ്. വചനത്തെ വാളെന്നായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അനേക ദൈവമക്കളുടെ കയ്യിലിരിക്കുന്ന ഉപയോഗിച്ചിട്ടില്ലാത്ത തുരുമ്പെടുത്ത കത്തികളും വാളുകളുമാണ്. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല. കാരണം അപ്പൻ പോകുന്നതുകൊണ്ട് ഞാനും പോകുന്നു, അമ്മ പോകുന്നതുകൊണ്ട് ഞാനും പോകുന്നു. നീ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു? എന്തുകൊണ്ട് ദൈവവിശ്വാസിയായിരിക്കുന്നു? നീ എന്തുകൊണ്ട് ബൈബിൾ വിശ്വസിക്കുന്നു? വ്യക്തിപരമായി എന്തുകൊണ്ട് നീ ദൈവത്തെ വിശ്വസിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു? ദൈവം ഇല്ലെങ്കിൽ എന്തിനായി പ്രാർത്ഥിക്കുന്നത്? ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ഇത് വളരെ പ്രധാനമായിരിക്കുന്നത് അതുകൊണ്ടാണ്.
അനേകം ആൾക്കാർ വെറുതെ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. അവരോട് ഇതുവരെ ആരും ചോദ്യം ചോദിച്ചിട്ടില്ല. അവിടെ വിശ്വാസത്തെ ആരും തർക്കിച്ചിട്ടില്ല, ചോദ്യം ചോദിച്ചില്ല, പിടിച്ചു നിർത്തി അവരെ ആക്രമിച്ചിട്ടില്ല. എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും സ്കൂളിലോ വിദ്യാഭ്യാസ സ്ഥാപനത്തോ ജോലി സ്ഥലത്തോ വെച്ച് ആരെങ്കിലും നമ്മളെ പിടിച്ചു നിർത്തി നീ എന്തുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നു പറ, നീ എന്തുകൊണ്ട് ദൈവത്തോട് ഇല്ലാത്തൊരു ദൈവത്തോട് എന്തിനായി പ്രാർത്ഥിക്കുന്നത്, നീ കൊണ്ടുനടക്കുന്ന പുസ്തകം ദൈവത്തിന്റെ പുസ്തകമാണോ, അത് തെളിയിക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ അടർന്നു വീഴില്ലേ വിശ്വാസം? ചില്ലുകൊട്ടാരം പോലെ, ചീട്ടുകൊട്ടാരം പോലെ അവിടെ അടർന്നു വീഴില്ലേ വിശ്വാസം? അതുകൊണ്ടാണ് ഈ പഠനത്തിന്റെ പ്രാധാന്യം വലുതായിരിക്കുന്നത്. പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അതുകൊണ്ട് വളരെ പ്രധാനമാണ് ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് വ്യക്തമായ തെളിവ്, ക്രിസ്തുവിന്റെ ദൈവീകത്വത്തെക്കുറിച്ച്, ബൈബിളിന്റെ സത്യസന്ധതയെക്കുറിച്ച്, പരിണാമ സിദ്ധാന്തത്തിന്റെ പൊള്ളത്തരത്തെക്കുറിച്ച് ഒക്കെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ, ഉറപ്പുണ്ടാവുകയുള്ളൂ, നമുക്ക് മറ്റോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവത്തിൽ പത്രോസ് ഇതാണ് വാസ്തവത്തിൽ പറഞ്ഞത് തന്നെ. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെ കാണാറില്ല പത്രോസിന്റെ വാക്യം. 1 പത്രോസ് 3-ാം വാക്യത്തിൽ പത്രോസ് പറയുകയുണ്ടായി, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങി നിൽപ്പീൻ. ഇപ്പൊ ദൈവമക്കളും പ്രതിവാദം പറയാൻ ഒരുങ്ങി നിൽക്കണം. പേടിയില്ല. നമ്മോട് ചോദ്യം ചെയ്യാൻ വരുന്ന നമ്മുടെ മാർഗത്തെ, ക്രിസ്തീയ മാർഗത്തെ, ദൈവവിശ്വാസത്തെ, കർത്താവ് യേശുവിന്റെ ദൈവികത്വത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവരോട് മറുപടി പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്, ഒരു പടയാളിയെപ്പോലെ ഒരുങ്ങി നിൽക്കുകയാണ്. എന്നിലുള്ള പ്രത്യാശയുടെ ന്യായം ഞാൻ പറയാൻ റെഡിയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മോട് ചോദ്യം ചോദിക്കുന്ന ഒരാൾ, ബൈബിൾ വിശ്വസിക്കാത്ത ഒരാൾ, ദൈവമില്ലെന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അയാളുടെ മുമ്പിൽ കുറെ ബൈബിൾ വാക്യങ്ങൾ കാണാതെ പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. നമ്മോട് ചോദ്യം ചോദിക്കുന്ന ഒരു ചാർവികൻ, നിരീശ്വരവാദി, ബൈബിൾ വിശ്വസിക്കാത്ത, ബൈബിൾ ദൈവവനമായിട്ട് അംഗീകരിക്കാത്ത ഒരാളാണ് നമ്മുടെ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അയാളോട് ബൈബിൾ വാക്യങ്ങൾ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അയാൾ പറഞ്ഞു, ഞാനീ നിങ്ങളുടെ പുസ്തകം വിശ്വസിക്കുന്നില്ല, പുസ്തകത്തിൽ നിന്ന് അല്ലാതെ തെളിയിക്കും എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അവിടെയാണ് നമ്മുടെ പഠനത്തിന്റെ പ്രാധാന്യം. അപ്പോൾ നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നവനോട് അവർ ചോദിക്കുന്നത് ന്യായമായിട്ട് നീ ഒന്ന് പറഞ്ഞതാ, എനിക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഒന്ന് പറഞ്ഞതാ. ദൈവമുണ്ട്. കുറെ വാക്യങ്ങൾ ഉദ്ധരിക്കുകയല്ല. സങ്കീർത്തനം 19:1, റോമലേഖനം 1:20-21, ഇങ്ങനെ കുറെ വാക്യങ്ങൾ ഉദ്ധരിച്ച അയാൾ പറയും എനിക്കതൊരു വിശ്വാസമില്ല. ഞാൻ ഇതുപോലെ അനേക ഗ്രന്ഥങ്ങൾ ഭൂമിയിലുണ്ട് ദൈവമില്ലെന്നുള്ള, അനേക എഴുത്തുകളുണ്ട്, പുസ്തകങ്ങളുടെ ഭൂമിയിൽ ദൈവമില്ലെന്നുള്ള. അവരവിടുത്തെ പുസ്തകത്തിലെ വാക്യം കോട്ടെ. അപ്പോൾ ബൈബിളിലെ വാക്യങ്ങൾക്കപ്പുറമായിട്ട് ദൈവത്തിലേക്ക് അവർ നയിക്കാൻ കഴിയണം, ആ ഒരു ന്യായം പറയാൻ കഴിയും. അതാണ് പത്രോസ് വാസ്തവത്തിൽ പറയുന്നത്. ഇത് ബൈബിൾ വാക്യം കോട്ട് ചെയ്യാനല്ല പത്രോസ് പറയുന്നത്, പ്രതിവാദം പറയാൻ ഒരുങ്ങി നിൽക്കുക. അതുകൊണ്ട് ദൈവമക്കളെ സംബന്ധിച്ച് തിരുവെഴുത്തുകൾ കൂടാതെ, അവർക്ക് ഉറപ്പുണ്ട് തിരുവെഴുത്തുകളുടെ ബലത്താൽ, പക്ഷേ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ തിരുവെഴുത്തുകൾ കൂടാതെ തന്നെ നമ്മുടെ ദൈവത്തെ പ്രതിരോധിക്കാൻ, ദൈവം ബൈബിളിനെക്കാളും വലിയവനാണ്, ആ ദൈവത്തെ പ്രതിരോധിക്കാൻ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം, ഹെൽപ്പുള്ളവരായി. ഇപ്പൊ ദൈവമക്കളെ സംബന്ധിച്ച് ദൈവത്തിന്റെ അസ്തിത്വത്തെ തെളിയിക്കുക മാത്രമല്ല, അതോടൊപ്പം ബൈബിളിലെ ദൈവത്തെയും പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ബൈബിളിൽ ദൈവത്തിന്റെ വചനമാണ്, ദൈവമാണ് വെളിപ്പെട്ടിരിക്കുന്നതെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ദൈവത്തിനുണ്ട്. ദൈവത്തിന്റെ അസ്തിത്വം പുറമെ ദൈവത്തിന്റെ അസ്തിത്വമെന്ന് തെളിയിക്കുന്നത് കൂടാതെ ബൈബിളിലെ ദൈവം, യഥാർത്ഥ ദൈവം ബൈബിളിലെ ദൈവമാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. നാം ഈ ജീവിക്കുന്ന ലോകം വ്യത്യസ്തമായ മതങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകമാണ്. എല്ലാ മനുഷ്യനിർമ്മിതങ്ങളാണ് ബാക്കി എല്ലാ മതങ്ങളെങ്കിലും എല്ലാ മത സംവിധാനത്തിലും അവരുടേതായ ഒരു ദൈവസങ്കല്പമുണ്ട്. അത് നമ്മളെപ്പോഴും അംഗീകരിക്കണം. അവർ ദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്, ദൈവികമായ സങ്കല്പം അവർക്കുമുണ്ട്. ഇങ്ങനെയുള്ളൊരു മതലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ വാസ്തവത്തിൽ അപ്പോസ്തലനായ പൗലോസ് അഥേനിയ പട്ടണത്തിൽ ചെന്നപ്പോൾ കണ്ട അവസ്ഥ തന്നെയാണ്. അജ്ഞാത ദേവനുമുള്ള ബലിക്കല്ല്, ആരാധിക്കുന്ന ദൈവം ആരെന്നറിയാതെ ആരാധിക്കുന്ന അവസ്ഥ, പൂജിക്കുന്ന ദൈവം ആരെന്നറിയാതെ പൂജിക്കുന്നൊരവസ്ഥ ഇന്ന് ലോകത്തിൽ നടക്കുന്നതാണ്. പ്രവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ അഥേന പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ താൻ നേരിട്ട അവസ്ഥ ഇതാണ്. അവരോട് ഇങ്ങനെ പറഞ്ഞു,
ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന്റെ നെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. ഇതാ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന അജ്ഞാതം. ഈ ആരാധിക്കുന്ന മനുഷ്യർക്ക് അറിയില്ല ആരെയാണ് ആരാധിക്കുന്നത്, എങ്ങനെയുള്ള ദൈവമാണ്, എന്ത് പ്രകൃതി സ്വഭാവമുള്ള ദൈവമാണെന്ന് അറിയാതാണ് ഈ ആരാധിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണ് മനുഷ്യന്റെ ഈ വഞ്ചനാപരമായ അവസ്ഥ. ഒരു കല്ലിന്റെ മുമ്പിൽ നെഞ്ചത്തടിച്ച് കരയുകയാണ്, ആ ജീവനില്ലാത്തൊരു കല്ലിന്റെ മുമ്പിൽ. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അജ്ഞത, അറിവില്ലായ്മ. സാത്താന്റെ വിജയമാണ്, ശത്രുവിന്റെ വിജയമാണത്. ഇതാണ് ഇത് ലോകത്തിൽ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആരാധനയിൽ അകപ്പെട്ടിരിക്കുന്ന ദേവന്മാരെ ദേവദൈവം ആരാധിക്കുന്നവർക്ക് അവരൊന്നും വാസ്തവത്തിൽ ജീവനുള്ള ദൈവത്തിന് മുമ്പിലല്ല അവരിൽ നിന്ന് നിലവിളിക്കുന്നത്. അവർക്ക് യാതൊരു സങ്കല്പവുമില്ല, യാതൊരു സത്യബോധവുമില്ല ദൈവത്തെക്കുറിച്ച്. ഇപ്പൊ ദൈവമക്കളായി നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഉത്തരവാദിത്വമാണ് നിത്യനായ സത്യമായ ആ നിത്യദൈവത്തിന്റെ അസ്തിത്വത്തെ തെളിയിക്കണം. ദൈവമുണ്ട്, നിത്യനായൊരു ദൈവമുണ്ട് എന്ന് തെളിയിക്കണം. അതോടൊപ്പം ബൈബിളിലെ ദൈവമാണ് ആ ദൈവമെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. രണ്ടും വലിയൊരു കാര്യമാണ്. ദൈവമുണ്ട്, നിത്യനായൊരു അസ്തിത്വം, നിത്യനായ ഒന്ന്, നിത്യനായൊരു സത്യം. ദൈവമുണ്ട്, ആ ദൈവമുണ്ട്. പിന്നെ ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആ ദൈവം ഒന്ന് തന്നെയാണ്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. ഇവിടെ ബൈബിളിൽ മാത്രമല്ല ആശ്രയിക്കേണ്ടത്. ദൈവം മക്കൾക്ക് നൽകി തന്നിരിക്കുന്ന വചനം അത് അവർക്ക് ഉറപ്പ് തരുന്നു, ശരിയാണ്. പക്ഷെ നമ്മൾ ലോകത്തോട് ഇടപെടുമ്പോൾ നമുക്ക് കൃത്യമായ വിവരമുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സുകളെ യഥാർത്ഥ ദൈവത്തിലേക്ക് തിരിക്കണമെങ്കിൽ അവരുടെ ന്യായം നമ്മുടെ ന്യായം ചോദിക്കുകയാണ് അവർ. റീസൺ, നീ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു ബൈബിളിൽ, എന്തുകൊണ്ട് ദൈവമേ എന്ന് നീ വിളിക്കുന്നു, ദൈവത്തെ ഒന്ന് കാണിച്ചതാ എന്ന് ചോദിക്കുന്ന വ്യക്തിയോട് ന്യായം പറയണം, കാരണം പറയണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ദൈവമുണ്ട് എങ്കിൽ ദൈവം ഒരിക്കലും തന്നെ മറച്ചു വയ്ക്കില്ല. ദൈവം വാസ്തവത്തിലുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും തന്നെ രഹസ്യമായി നിർത്തില്ല. ആ ദൈവം തന്നെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും തന്നെ അറിയണമെന്നാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെയാണ് ദൈവവും തേടുന്നത്. ഇപ്പൊ ദൈവത്തെ അന്വേഷിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ദൈവത്തെ അന്വേഷിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള തെളിവുകളും ദൈവം തന്നെ തന്നിട്ടുണ്ട്. അല്ലാതെ ദൈവം പിന്നെ എന്തിനാണ് നമ്മൾ പറയും നീ എന്നെ അന്വേഷിക്കുക, ഞാനിവിടെ ഉണ്ട്, കണ്ടെത്ത്. അപ്പൊ അതിനുള്ള തെളിവുകളുണ്ട്, വ്യക്തമായ തെളിവുകൾ ദൈവം തന്നിട്ടാണ് ദൈവം നമ്മോട് പറയും നീ എന്നെ അന്വേഷിച്ച് കണ്ടെത്ത്, ഞാനിവിടെ തന്നെയുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ലോകത്തിലെ പലയിടത്ത് നിങ്ങളെ ആക്കി വെച്ചത്. ദൈവത്തെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ദൈവം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? കാരണം തീർച്ചയായും തെളിവുകൾ ദൈവം പ്രപഞ്ചത്തില് പല തരത്തിൽ ദൈവം തെളിവുകൾ തന്നിട്ടുള്ളത് കൊണ്ടാണ്. ദൈവം ഒരിക്കലും തന്നെ രഹസ്യമായി മറച്ചു വയ്ക്കുന്നില്ല. ആരും എന്നെ അറിയരുതെന്ന് ദൈവം പറയുന്നില്ല. ദൈവത്തിന്റെ ആഗ്രഹം എല്ലാവരും തന്നെ അറിയണം. ഏകസത്യദേവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയണം. അപ്പോഴാണ് അവൻ നിത്യതയുടെ അവകാശിയാകുന്നത്. അപ്പൊ ദൈവം ഒരിക്കലും തന്നെ തെളിവില്ലാതെ ദൈവം പോയിട്ടില്ല. തെളിവൊന്നും തരാതെ ദൈവം പെട്ടെന്ന് മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് ലോകത്തെ സൃഷ്ടിച്ചിട്ട് ദൈവം അങ്ങ് പോയില്ല. അപ്പൊ ബൈബിളിൽ ദൈവം വെളിപ്പെടുത്തുമ്പോൾ ദൈവം വ്യക്തമായി തൻ്റെ തെളിവുകൾ നൽകി തന്നിട്ടുണ്ട്. ബൈബിളിൽ മാത്രമല്ല അല്ലാതെയും തന്നിട്ടുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ തവണ വായിച്ച റോമലേഖനം 1, അവിടെ റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയും, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടിരിക്കുന്നു. ലോക സൃഷ്ടി, പ്രപഞ്ചം മുഴുവൻ അവനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആകാശം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശ വിധാനം അവൻ്റെ കരവിരുതിനെ കാണിച്ചു തരുന്നു. ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ ശരീരം അതിൻ്റെ സാക്ഷ്യമാണ്. ഇതിൽ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനവും ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. ദൈവം തെളിവുകൾ അനവധിയാണ്. ആ ഒരു ന്യായം, ആ ഒരു ബോധത്തിലേക്കാണ് മനുഷ്യരെ കൊണ്ടുവരേണ്ടത്. നമ്മൾ പറയുക, സ്വീകരിക്കാതിരിക്കുക അവരുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യായമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ്. ദൈവം തൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുകൾ ദൈവം തന്നിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ദൈവം നമ്മോട് തന്നെ അന്വേഷിക്കാൻ പറയില്ല. ഇരുട്ട് നിറഞ്ഞൊരു മുറിക്കകത്ത് ഇല്ലാത്ത കറുത്ത പൂച്ചയെ അന്വേഷിക്കാൻ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ
അവിടെ അങ്ങനെ ഒരു കറുത്ത പൂച്ചയില്ല. ഇരുട്ട് നിറഞ്ഞ മുറിയിൽ. പിന്നെ എന്തിനാ അവിടെ കിടന്ന് അന്വേഷിക്കുന്നത്? അന്വേഷിച്ചാൽ അവിടെ കിട്ടില്ല. കാരണം അങ്ങനെ ഒരു പൂച്ച, കറുത്ത പെയിന്റ് അടിച്ച മുറിക്കകത്ത് കറുത്ത പൂച്ചയില്ല. അങ്ങനെയല്ല മനുഷ്യന്റെ അവസ്ഥ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അടുക്കലുണ്ട്. ദൈവം തെളിവുകൾ നമുക്ക് നിരത്തി തന്നിട്ടുണ്ട്. അത് നമ്മൾ അന്വേഷിക്കണം, ആഗ്രഹത്തോടെ അന്വേഷിക്കണം. ആ തെളിവുകൾ നമ്മൾ വിശ്വസിക്കണം. അപ്പോഴാണ് നമുക്ക് ദൈവത്തിലേക്ക് തെളിവുകൾ വചനത്തിനും അപ്പുറമായിട്ട് കാണാൻ പറ്റും ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്. ഇപ്പം ദൈവമുണ്ട് എന്നൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. കാരണം ലോകത്തിലെ മറ്റു പല കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങൾ, പല സത്യങ്ങൾ വിശ്വസിക്കുന്ന പോലെ നമ്മൾ വിശ്വസിക്കാണ് ദൈവമുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ നമ്മൾ തെളിവുകൾ പരിശോധിച്ചാൽ ഈ അനുമാനത്തിലെത്താൻ കഴിയും ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്. അത് വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യം കൂടി ഇവിടെ ഓർക്കണം. ശാസ്ത്രീയ പരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല. ഒരു ലാബറട്ടറിയിൽ 10-15 മണിക്കൂറുകളോ ദിവസങ്ങളോ വർഷങ്ങളോ എടുത്ത് പരിശോധിച്ചാലൊന്നും ശാസ്ത്രീയമായ മാർഗത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല. കാരണം ശാസ്ത്രീയമായ പരീക്ഷണത്തിൻ്റെ ഫലമല്ല ദൈവം. ശാസ്ത്രീയമായൊരു കണ്ടുപിടുത്തമാണ് ദൈവമെങ്കിൽ ശാസ്ത്രീയ മാർഗം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇപ്പം ശാസ്ത്രീയമായൊരു പരീക്ഷണത്തിൻ്റെ മാർഗത്തിൻ്റെ ഫലമായിട്ടുണ്ടായതല്ല ദൈവം. ശാസ്ത്രീയ മാർഗം, ശാസ്ത്രത്തിൻ്റെ മാർഗമെന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ, അതായത് നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന അനുഭവത്തെ ആധാരമാക്കിക്കൊണ്ടുള്ളതാണ് ഈ ശാസ്ത്രീയമായ തെളിവുകൾ. നമുക്ക് അനുഭവങ്ങളുടെ ആധാരത്തിലുള്ളതാണ്. അങ്ങനെയുള്ള ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ശാസ്ത്രീയമായ തെളിവുകൾ നടക്കുന്നത്. അത് ഒരു കാര്യം അറിയാനുള്ളൊരു ഒരു വഴി മാത്രമാണ്. പക്ഷെ അത് മാത്രമല്ല വഴി. ഒരു വിഷയം അറിയാൻ ശാസ്ത്രീയമായ പരിശോധന നടത്തണം. ഈ പാലിൽ എത്ര ശതമാനം വെള്ളമുണ്ടെന്ന് അറിയാനായിട്ട് അത് പരിശോധിച്ച് നോക്കണം. അപ്പോൾ ഇത്ര ശതമാനം ഈ പാലിൽ വെള്ളമുണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ദൈവമുണ്ടോ എന്നത് ശാസ്ത്രീയമായി പരീക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ അങ്ങനെയല്ല കണ്ടെത്താൻ പറ്റുന്നത്. കാരണം ദൈവത്തെ 5 ഇന്ദ്രിയങ്ങളുണ്ട് മനുഷ്യന്. മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, കേൾക്കുക, കാണുക. ഇതിലൂടെ ദൈവത്തെ കാണാൻ പറ്റും. ഈ 5 മാർഗമാണ് ശാസ്ത്രത്തിൻ്റെ മാർഗം. ഇതിലൂടെ ദൈവത്തെ കാണാൻ പറ്റില്ല. നമുക്ക് ദൈവത്തെ മണക്കാൻ പറ്റില്ല, ദൈവത്തെ രുചിച്ച് നോക്കാൻ പറ്റില്ല, സ്പർശിച്ച് നോക്കാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. പക്ഷെ ഇത് ദൈവത്തിൻ്റെ പ്രത്യക്ഷത, ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമുക്ക് ഈ മാർഗത്തിലൂടെ കാണാം. തൊട്ടും അറിഞ്ഞും കേട്ടും കണ്ടുമൊക്കെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതകൾ കാണാം. വളരെ ശ്രദ്ധിക്കുക. ഒരു പരിധിക്കപ്പുറം നമുക്ക് വിഷയം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ സംസാരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ, ദൈവത്തിൻ്റെ പ്രത്യക്ഷതകൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റില്ല. ദൈവത്തിൻ്റെ പ്രത്യക്ഷത വെളിച്ചമായി വന്നാൽ നമുക്ക് കാണാം, ഇടിമുഴക്കമായി വന്നാൽ കേൾക്കാം, പ്രത്യേക സുഗന്ധമായി വന്നാൽ നമുക്ക് മണക്കാം. ദൈവത്തിൻ്റെ പ്രത്യക്ഷതകൾ നമുക്ക് അനുഭവിക്കാം, തൊടാം, കാണാം, കേൾക്കാം. പക്ഷെ ദൈവത്തെ കാണാൻ പറ്റില്ല. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവം ഉണ്ട് എന്നുള്ള സത്യം ഇതിലൂടെയെല്ലാം നമ്മളെ ദൈവം ബോധ്യപ്പെടുത്തുകയാണ്. ബൈബിളിൽ അനവധി പ്രത്യക്ഷതകളുണ്ട്. ദൈവം ഇടപെട്ട വഴികളുണ്ട്, പ്രവർത്തിച്ച രീതികളുണ്ട്. ചരിത്രത്തിലുടനീളം അത് ഭൂമി പിളർന്നാകാം, ചെങ്കടൽ കീറി മുറിച്ചുകൊണ്ടാകാം, മലകൾ പിളർത്തിക്കൊണ്ടാകാം, ഭൂമി പൊട്ടി നീരുറവുകൾ പുറപ്പെട്ടുകൊണ്ടാകാം, സ്വർഗത്തിൽ തീയിറക്കി ദഹിപ്പിച്ചുകൊണ്ടാകാം. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യക്ഷതകളാണ്. ഈ പ്രത്യക്ഷതകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ബൈബിൾ അതിൻ്റെ സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ സാക്ഷ്യം ബൈബിളിൽ രേഖപ്പെടുത്തുകയാണ്. ആ ബൈബിൾ രേഖപ്പെടുത്താൻ വിശ്വാസയോഗ്യമായി അത് നമുക്ക് തെളിവുകളായി അവതരിപ്പിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ദൈവമുണ്ട്. കൺമുമ്പിൽ നമുക്ക് ഭൂമി ഒരു കുടുംബം ഭൂമിക്കടിയിലേക്ക് പോയി. ഒരു സമുദ്രം കൺമുമ്പിൽ പിളർന്ന് 2 വഴിയായി ഒരു പാത ഒരുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷതയാണ്. നമുക്കത് അനുഭവിക്കാം. 2 വശത്തും വെള്ളം മതില് പോലെ നിൽക്കുന്നൊരനുഭവം. ഈ ദൈവം തൻ്റെ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതകൾ പലതുണ്ട്. അതിൻ്റെ തെളിവ്, സാക്ഷ്യം ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്ന സാക്ഷ്യം സത്യമാണെന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യമാണ് ദൈവമുണ്ട് എന്ന് തെളിയിക്കുന്ന പ്രക്രിയയിൽ. പക്ഷെ അത് മാത്രമല്ല എങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ തെളിവുകൾ യഥാർത്ഥമാണ്, സത്യമാണ്, വിശ്വാസയോഗ്യമാണ് എന്നുള്ളതും തീരുമാനിക്കും. ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവ് തന്നെയാണത്.
ഇതിൻ്റെ പ്രത്യക്ഷതകളുടെ സാക്ഷ്യം. കൂടുതലായിട്ട് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. നാളെ നമ്മൾ ഈ പഠനം തുടരുന്നതാണ്. ആഴ്ച 3 ദിവസമാണ് ഈ പഠനം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. അതിനെക്കുറിച്ച് നാളെ ഒന്നുകൂടെ ചെറുതായിട്ട് ആ പ്രധാനപ്പെട്ട ചിന്തകൾ വീണ്ടും നാം ചിന്തിക്കുന്നതാണ്. ഈ ലോകത്തിൽ അനേകം ആൾക്കാർ വിശ്വാസത്തിൽ നിശ്ചയവും ഉറപ്പുമില്ലാതെ പാരമ്പര്യമായ വിശ്വാസികളായി ജീവിക്കുന്നുണ്ട്. അപ്പനും അമ്മയും നിർബന്ധിച്ചതിൻ്റെ പേരിൽ അവർ പോകുന്നുണ്ട്, ഞാനും പോകുന്നു. പക്ഷെ വ്യക്തിപരമായി നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല, ഉത്തരം പറയാൻ പറ്റുന്നില്ല. അതിനുവേണ്ടിയാണ് ഈ പഠന പരമ്പര. കുറച്ച് ബുദ്ധിമുട്ടുള്ള പഠന പരമ്പരയാണ്, പക്ഷെ അതിൻ്റെ അനുഗ്രഹം വളരെ വലുതാണ്. ശ്രദ്ധയോടുകൂടി ആയിരിക്കുക, പ്രാർത്ഥനയോടെ ആയിരിക്കുക. നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് നാളെ തുടരാം. അപ്പോൾ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാളെ വീണ്ടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നിങ്ങളെ സഹായിക്കും.